നമസ്കാരം, ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വയർമാൻ പെർമിറ്റ്, അതേപോലെ തന്നെ സി ക്ലാസ് ലൈസൻസ്, ബി ക്ലാസ്, എ ക്ലാസ് അങ്ങനെയുള്ള ലൈസൻസുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാം. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് സ്വന്തമായിട്ട് KSEBയിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയഗ്രാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഉള്ള ഡയഗ്രാം വേണം എന്നുള്ള ഒരു നിർബന്ധം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിചയവുമില്ലാത്ത ആളുകളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ CADൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ CAD ഡ്രോയിങ്ങും കൂടി പഠിക്കാൻ തയ്യാറാവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്നത് നിലവിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജോലിനെ ബാധിക്കാത്ത രീതിയിൽ വൈകുന്നേരങ്ങളിലാണ് നമുക്ക് ക്ലാസ്സുകൾ, 8 മണിക്ക് മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറായിട്ട് പരിചയമില്ല, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരോട് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്, ഒന്നും കമ്പ്യൂട്ടറായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത ആളുകൾ വരെ ഇപ്പോൾ സ്വന്തമായിട്ട് ഡയഗ്രാം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിയുന്നത് വരെ ക്ലാസ്സുകളാണ്. അതേപോലെ തന്നെ നിങ്ങൾ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വർക്ക് വരുന്ന സമയത്ത് ആ സമയത്തും നമുക്ക് സപ്പോർട്ട് തരാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇലക്ട്രിക്കൽ CAD പഠിക്കാൻ സ്വയം തയ്യാറാവുക, മുന്നോട്ട് വരിക. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെ കൊണ്ടെങ്കിലും പഠിപ്പിച്ചാലും നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. അതിനുള്ള എല്ലാ വഴികളും നമ്മൾ ഫ്രണ്ട്സ് അക്കാദമിയിലൂടെ ചെയ്തു തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.